അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ദിനം നമ്മിലേക്ക് വന്നുപെട്ടിരിക്കുന്നു. ഈദുൽ ഫിത്തർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും നുരഞ്ഞു പൊന്തി പുറത്തേക്ക് വരേണ്ടുന്ന ദിക്റാണ് അല്ലാഹു അക്ബർ. എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്ന ഈ ലോകത്തിൻ്റെ സ്രഷ്ടാവ്, സാക്ഷാൽ ആരാധ്യൻ, കാരുണ്യവാൻ, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവൻ അള്ളാഹു ഉന്നതനാകുന്നു, അവൻ മഹാനാകുന്നു എന്ന്, അവനല്ലാതെ ആരാധ്യനില്ല, അവനാണ് സർവസ്തുതിയും എന്നത്. ഒരു മാസക്കാലം നാം ആത്മവിശ്വാസത്തിലെത്തുകയായിരുന്നു, നാം നിശ്ചയദാർഢ്യത്തിലെത്തുകയായിരുന്നു. നമുക്ക് നന്നാകാൻ കഴിയുമെന്ന് നാം തന്നെ ഉറപ്പിച്ചു. ഈ വെയിലത്ത് ശക്തമായ വിശപ്പും ദാഹവും ഉണ്ടായിട്ടും ഇല്ല, ഒരിക്കലും ഞാൻ ഭക്ഷണം കഴിക്കുന്ന പ്രശ്നമില്ല, ഞാൻ വെള്ളം കുടിക്കുന്ന പ്രശ്നമില്ല, ദാഹം എനിക്ക് അധികരിച്ചാലും വിശപ്പ് സഹിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നാലും എനിക്ക് വെള്ളം നൽകുന്ന നാഥൻ ഈ മണിക്കൂറുകളിൽ വെള്ളം ഹറാമാക്കിയിരിക്കുന്നു. എനിക്ക് ഭക്ഷണം നൽകുന്ന റബ്ബ് ഈ മണിക്കൂറുകളിൽ എനിക്ക് ഭക്ഷണം ഹറാമാക്കിയിരിക്കുന്നു. വിശന്ന് വലഞ്ഞാലും ഇല്ല, എൻ്റെ മുമ്പിൽ ഞാൻ ജ്യൂസ് കണ്ടാലും, എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം കണ്ടാലും കുടിക്കുന്ന പ്രശ്നമില്ല, കഴിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ് നാം നമ്മെ തന്നെ കൗൺസിലിംഗ് ചെയ്തു. എന്തിനു വേണ്ടി? രക്ഷയ്ക്ക് വേണ്ടി, ആത്യന്തികമായ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. എന്തിനാണ് നോമ്പ് എന്നതിൻ്റെ ഉത്തരം സ്വർഗപ്രവേശനം എന്നതാണ്, നരകരക്ഷ എന്നതാണ്. അതെ, അത് കഴിഞ്ഞ് നോമ്പ് നോൽക്കാൻ പാടില്ലാത്ത, നോമ്പ് ഹറാമായ ഒരു ദിവസത്തിലേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവേശിപ്പിക്കുന്നു. അതാണ് പെരുന്നാൾ. ആ പെരുന്നാൾ നോക്കൂ, മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിസ്വാഇമി ഫർഹത്താനി, നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, ഒരു സന്തോഷം നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിലുള്ള സന്തോഷം. ഏകദേശം ഒരു മാസക്കാലം അൽഹംദുലില്ലാ ആ സന്തോഷം നമ്മൾ അനുഭവിച്ചു. എന്തൊക്കെ പറഞ്ഞാലും ആ നോമ്പ് തുറക്കാൻ കാത്തിരിക്കുമ്പോൾ, സമയം സെക്കൻഡുകൾ നീങ്ങി യഥാർത്ഥ ടൈമിലേക്ക് എത്തുന്ന ആ സമയം നമ്മൾ എന്തൊരാഹ്ലാദമാണ്, സന്തോഷമാണ്. ദഹബല്ലമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ് എന്നാണല്ലോ പറഞ്ഞത്. ദാഹം പോയി, നാഡി നരമ്പുകൾ നനഞ്ഞു, പ്രതിഫലം ഉറച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ എന്ന് പറയുന്ന ആ നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം. രണ്ടാമത്തെ സന്തോഷം വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം. ഈ പെരുന്നാൾ ദിനത്തിൽ നമ്മെ ചിന്തിപ്പിക്കേണ്ടുന്ന കാര്യം അതാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പെരുന്നാൾ ദിവസം കരയുന്നത് കണ്ടപ്പോൾ ആളുകൾ ചോദിച്ചു, എന്താണ്? കഴിഞ്ഞ ദിവസങ്ങളിൽ അവസാനത്തെ 10 മറ്റും നമ്മളെല്ലാവരും റബ്ബിനോടുള്ള കരച്ചിലിലായിരുന്നു, ഈ പെരുന്നാൾ ദിവസം എന്തിനാണ് അങ്ങ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഒറ്റ കാര്യം ചിന്തിച്ചപ്പോൾ കരഞ്ഞു പോയതാ. ഇന്ന് സന്തോഷം തന്നെയാണ്, എൻ്റെ അമലുകൾ അള്ളാഹു സ്വീകരിച്ചോ എന്ന് ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു, അപ്പോൾ ഞാൻ കരഞ്ഞു പോയതാണ് എന്ന്. അഥവാ രണ്ടാമത്തെ സന്തോഷം, നോമ്പുകാരൻ്റെ രണ്ടാമത്തെ സന്തോഷം നമുക്ക് കിട്ടുമോ എന്നതാണ് നമ്മെ ആശങ്കപ്പെടുത്തേണ്ടത്. അതിനെന്തു വേണം? ഒരു മാസക്കാലം പകൽ സമയം നോമ്പ് നോറ്റപ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടി എങ്കിൽ ജീവിതം മുഴുവൻ നോമ്പ് പോലെയായാൽ, ജീവിതം മുഴുവൻ നോമ്പ് നോൽക്കാൻ പാടുണ്ടോ? പാടില്ല. എന്നാൽ നോമ്പുകാരൻ്റെ സൂക്ഷ്മതയും ശ്രദ്ധയും ജീവിതം മുഴുവൻ ഉണ്ടായാൽ, ഇന്ന് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ കുടിക്കാൻ പറ്റൂ, നോമ്പല്ലല്ലോ കുടിക്കാം. ഹലാലും ഹറാമും നമ്മൾ കുടിക്കുമ്പോൾ, നമ്മൾ ഭക്ഷിക്കുമ്പോൾ, നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോൾ, എല്ലാ സന്ദർഭങ്ങളിലും ഹലാലും ഹറാമും പരിശോധിച്ച് ജീവിതം മുഴുവൻ നോമ്പ് പോലെയാക്കാൻ, ഇതിൻ്റെ തുടർച്ച, നോമ്പിൻ്റെ തുടർച്ച, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം മുതൽ, രാത്രി നമസ്കാരം മുതൽ, ഹലാൽ ഹറാമുകൾ ശ്രദ്ധിക്കുന്നത് മുതൽ, നമ്മുടെ സംസാര കാര്യങ്ങളിലെ സൂക്ഷ്മത മുതൽ എല്ലാ കാര്യങ്ങളും നാം ശ്രദ്ധിച്ച് നിത്യപ്പെരുന്നാൾ,
നുസുലം മിൻ ഗഫൂരിർ റഹീം, പാപങ്ങൾ പൊറുക്കുന്നവൻ കരുണാനിധിയുമായ റബ്ബിൻ്റെ ആ പെരുന്നാളിന് അന്ത്യമില്ല. ഇന്നത്തെ പെരുന്നാൾ മഗ്‌രിബോടുകൂടി കഴിഞ്ഞു. അന്ത്യമില്ലാത്ത നിത്യ പെരുന്നാളിന് വേണ്ടി നാം ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, അധ്വാനിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേരുന്നു. വ ആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.